ഇന്നത്തെ കാലത്ത് വെയിറ്റ് ലോസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ ഭൂരിഭാഗം പേരും ഒരു ഡോക്ടറിനെ കൺസൾട്ടേഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ ChatGPTയുടെയും ഗൂഗിളിൻ്റെയും ഒക്കെ ആ ഒരു ഇതിൽ വെയിറ്റ് ലോസിലേക്ക് പ്ലാൻ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ചെയ്യുന്നത് ഹെൽത്തി ആണോ, അല്ലെങ്കിൽ അതിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടാണ് ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്നത്? അവരെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത് നെഗറ്റീവാണ്. അരവൈദ്യന്മാർ ആളെ കൊല്ലും എന്നുള്ളത് ഇവിടെ ഒരു ഇതുണ്ട്. കാരണം ഗൂഗിളിൽ നിങ്ങൾ ഹെഡേക്കെന്ന് ടൈപ്പ് ചെയ്താൽ ബ്രെയിൻ ട്യൂമർ വരെ വരും. അതിനർത്ഥം നിങ്ങൾക്ക് തലവേദന വരുമ്പോഴെല്ലാം നിങ്ങൾക്ക് ബ്രെയിൻ ട്യൂമർ ഉണ്ട് എന്നല്ലല്ലോ. പക്ഷേ ഞാൻ പറയുന്ന എപ്പോഴും എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്നെ ഇപ്പോൾ ആത്മയിലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. ആത്മയിലൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് പറഞ്ഞ കാര്യങ്ങളും കൊടുത്ത ഡയറ്റൊക്കെ നിങ്ങൾ ChatGPTയിലോ ഗൂഗിളിലൊക്കെ ഇട്ട് നോക്കണം. എന്നിട്ട് ഇറ്റ് ഈസ് ഗുഡ് ഓർ ബാഡ് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിച്ചിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അതിൽ നമ്മൾ പറയുന്ന എന്തും നിങ്ങൾ വിശ്വസിക്കണമെന്ന് നമുക്ക് നിർബന്ധമൊന്നുമില്ല. പക്ഷേ എപ്പോഴും ഒരു ഡോക്ടറുടെ ഗൈഡൻസോട് കൂടിയാവണം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്താലും അത് ചെയ്യേണ്ടത്. കാരണം മറ്റേതൊക്കെ മിഷൻസാണ്. അപ്പോൾ ഒരു സ്കിൽഡ് ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അക്കാഡമിക്കലി പഠിച്ചിട്ടുള്ള ഒരു ഡോക്ടറുടെ ഗൈഡൻസിൽ നിങ്ങൾ അദ്ദേഹം പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാനോ, അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ഫോളോ ചെയ്യുന്നതിന് മുമ്പ്, നിങ്ങളൊരു മരുന്ന് കഴിക്കുന്നതിന് മുമ്പ് യു ഗോ ത്രൂ ഗൂഗിൾ, അതിൽ വിരോധമില്ല. പക്ഷേ അത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും മുമ്പ് നമുക്കൊരു ഡോക്ടറുടെ കൃത്യമായ ഗൈഡൻസ് ഉണ്ടാവണം. ആ ഗൈഡൻസിന് ശേഷം നിങ്ങൾ ChatGPTയോ ഗൂഗിളോ ഒക്കെ ഹെൽപ്പ് മേടിക്കാൻ വിരോധമില്ല. പക്ഷേ അവരെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ ലൈഫിൽ വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിനകത്ത് ഹെൽത്ത് വൈസ് നോക്കിയാൽ വലിയ അർത്ഥമില്ല.